നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഇന്ത്യയിലെ മണ്ണിനങ്ങൾ. അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് ഇന്ന് കാണുന്ന മണ്ണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഒരിഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും. മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് പെഡോജനസിസ്. മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: 1. കാലാവസ്ഥ. തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിൻ്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും. 2. ഭൂപ്രകൃതി. ചെങ്കുത്തായ ചരിവുകൾ മണ്ണിന് കനം കുറവായിരിക്കും. 3. സസ്യങ്ങളും ജന്തുക്കളും. സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിൻ്റെ ഫലമായുണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു. 4. മാതൃശില. മണ്ണിലെ ധാതുക്കളും മണ്ണിൻ്റെ ഘടനയും അവ ഏത് ശിലകളിൽ നിന്നും രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. 5. സമയം. മണ്ണിൻ്റെ കനവും ഘടനയും അത് രൂപം കൊള്ളാനെടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും. മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് പെഡോളജി എന്നും ഇന്ത്യൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JW ലെതറും ആണ്. ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മണ്ണിനങ്ങളെ 9 വർഗീകരിച്ചിരിക്കുന്നു. അവ ഇതെല്ലാമാണ്: 1. എക്കൽ മണ്ണ് അലൂവിയൽ സോയിൽസ്. 2. കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽസ്. 3. ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായ മണ്ണ് റെഡ് ആൻഡ് യെല്ലോ സോയിൽസ്. 4. ചെങ്കൽ മണ്ണ് ലാറ്ററൈറ്റ് സോയിൽ. 5. വരണ്ട മണ്ണ് എയറിഡ് സോയിൽ. 6. ലവണമണ്ണ് സലൈൻ സോയിൽസ്. 7. പീറ്റ് മണ്ണ് പീറ്റി സോയിൽസ്. 8. വനമണ്ണ് ഫോറസ്റ്റ് സോയിൽസ്. 9. പർവ്വതമണ്ണ് മൗണ്ടൈൻ സോയിൽസ്. എക്കൽ മണ്ണ് നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ്. രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ 42% കാണപ്പെടുന്ന മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള മണ്ണ്. പഞ്ചാബ്, ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണ്. നദികളും അരുവികളും വഹിച്ചുകൊണ്ടുവന്ന് നിക്ഷേപിക്കപ്പെട്ട മണ്ണ്. ഉപദ്വീപീയ മേഖലയിലും കിഴക്കൻ തീരത്തും നദീ താഴ്വാരങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനമായ എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു പൊട്ടാഷ്യം, കുറവ് നൈട്രജനുമാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമായ എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന മറ്റു വിളകളാണ് കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ എന്നിവ. ലോവർ ഗംഗ, ബ്രഹ്മപുത്ര താഴ്വരയിലെ മണ്ണ് ചണം കൃഷിക്കും അനുയോജ്യമാണ്. കറുത്ത മണ്ണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണ്. ജലസംഭരണശേഷി കൂടിയ മണ്ണ്. ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണ്. കൃഷ്ണ, ഗോദാവരി നദികളുടെ ഉയർന്ന ഭാഗങ്ങൾ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ്. റിഗർ മണ്ണ്, കറുത്ത പരുത്തി മണ്ണ് എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന മണ്ണിനമായ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവയാണ്. ബസാൾട്ട് ശിലയിൽ നിന്നാണ് കറുത്ത പരുത്തി മണ്ണ് രൂപം കൊള്ളുന്നത്. ഈ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ പരുത്തി, നിലക്കടല, ഗോതമ്പ്, ജോവർ, കരിമ്പ് എന്നിവയാണ്. ചുവന്ന മണ്ണും മഞ്ഞ മണ്ണും ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ പരലീകൃത ആഗ്നേയശില ക്രിസ്റ്റലൈസ്ഡ് ഇഗ്നീഷ്യസ് റോക്സിൽ നിന്നും രൂപപ്പെടുന്ന മണ്ണിനം. ഒമിനിബസ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മണ്ണിനമായ ചുവന്ന മണ്ണിന് ചുവപ്പ് നിറം ഉണ്ടാകാൻ കാരണം ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ്. മധ്യഗംഗാ സമതലത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലും ഛത്തീസ്ഗഡ്, ഒഡീഷയുടെ ഭാഗങ്ങളിലും മഞ്ഞയും ചുവപ്പും മണ്ണിനങ്ങൾ കാണപ്പെടുന്നു. ചുവന്ന മണ്ണ് ഹൈഡ്രേറ്റഡ് രൂപം ആർജിക്കുമ്പോഴാണ് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, മാൾവ പീഠഭൂമി, കർണാടകയുടെ ഭാഗങ്ങൾ, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ചുവന്ന മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ്
റാഗി, പുകയില, നിലക്കടല, ഉരുളക്കിഴങ്ങ്, പച്ചക്കറികൾ എന്നിവ. ചെങ്കൽ മണ്ണ് മഴക്കാലവും വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥാ പ്രദേശത്ത് അല്ലെങ്കിൽ ഉയർന്ന മഴയും ഊഷ്മാവും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ലാട്രൈസേഷൻ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന ലാറ്ററൈറ്റ് മണ്ണ് ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ കാണപ്പെടുന്ന മണ്ണിനമാണ്. ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് അയൺ ഓക്സൈഡ് ആണ്. തേയില, കാപ്പി, റബ്ബർ, കശുമാവ്, തെങ്ങ് എന്നീ വിളകൾ കൂടുതലായി കൃഷി ചെയ്യുന്ന ഈ മണ്ണ് കേരളം, ഗോവ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, പശ്ചിമ പൂർവ്വ ഘട്ടങ്ങൾ, മാൾവ പീഠഭൂമി എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. വരണ്ട മണ്ണ് ചുവപ്പ് മുതൽ തവിട്ട് നിറം വരെയുള്ള നിറമുള്ള മണ്ണാണ് വരണ്ട മണ്ണ്. ജൈവാംശവും ജൈവ പദാർത്ഥങ്ങളും വളരെ കുറവായ ഈ മണ്ണ് വരണ്ട ഭൂപ്രകൃതിയുള്ള പടിഞ്ഞാറൻ രാജസ്ഥാനിലാണ് കൂടുതലായി രൂപപ്പെടുന്നത്. ലവണമണ്ണ് പടിഞ്ഞാറൻ ഗുജറാത്ത്, റാൻ ഓഫ് കച്ച് പ്രദേശത്ത്, കിഴക്കൻ തീരപ്രദേശത്തെ ഡെൽറ്റകൾ, പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ എന്നീ പ്രദേശങ്ങൾ വ്യാപകമായി കാണപ്പെടുന്ന ലവണമണ്ണിൻ്റെ മറ്റൊരു പേരാണ് ഊഷരമണ്ണ്. ജലലഭ്യത കുറവും വരണ്ട കാലാവസ്ഥയുമായതിനാൽ പൊതുവെ ഈ മണ്ണിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാണ്. പീറ്റ് മണ്ണ് ഉയർന്ന മഴയും കൂടുതൽ ഈർപ്പവുമുള്ള സ്ഥലങ്ങൾ കണ്ടുവരുന്ന മണ്ണ്. ജൈവാംശവും ജൈവ പദാർത്ഥങ്ങളും കൊണ്ട് സമ്പന്നമായ മണ്ണായ പീറ്റ് മണ്ണിൽ 40 മുതൽ 50% വരെ ജൈവ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നു. ബീഹാറിൻ്റെ വടക്ക് ഭാഗങ്ങൾ, ഉത്തരാഖണ്ഡിൻ്റെ തെക്കൻ ഭാഗങ്ങൾ, പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങൾ, ഒഡീഷ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന പീറ്റ് മണ്ണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാണ്. വനമണ്ണ് നന്നായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ രൂപം കൊള്ളുന്ന വനമണ്ണിൽ പർവ്വത പരിസ്ഥിതിയെ ആശ്രയിച്ച് ഘടനയിലും തരി വലുപ്പത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു. മഞ്ഞുമൂടിയ ഹിമാലയം അനാവരണ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നതിനാൽ ഈ മണ്ണിന് അമ്ലാംശം കൂടുതലും ജൈവാംശം കുറവുമാണ്. താഴ്വരകൾ ഈ മണ്ണിനും ഫലപുഷ്ടിയുള്ളതാണ്. പർവ്വത മണ്ണ് ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം എന്നിവിടങ്ങൾ കൂടുതലായി കാണുന്ന മണ്ണിനമായ പർവ്വത മണ്ണിൽ ജൈവാംശം കൂടുതലുള്ള മണ്ണ് കറുത്ത നിറത്തിലോ തവിട്ട് നിറത്തിലോ കാണപ്പെടുന്നു. തേയില, കാപ്പി, ആപ്രിക്കോട്ട്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയാണ് കൂടുതലായി ഈ മണ്ണിൽ കൃഷി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് 1988 ഭോപ്പാലിലും സെൻട്രൽ സോയിൽ സാലിനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1969 കർണാൽ, ഹരിയാനയിലും നിലവിൽ വന്നു. 1958 പ്രവർത്തനം ആരംഭിച്ച സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. കേരളത്തിലെ മണ്ണിനങ്ങൾ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളാണ് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, നദീതട എക്കൽ മണ്ണ്, ഓണാട്ടുകര എക്കൽ മണ്ണ്, കുട്ടനാട് എക്കൽ മണ്ണ്, സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ്, കരുമണ്ണ് അഥവാ റിക്കർ, വനമണ്ണ് എന്നിവ. കേരളത്തിലെ മണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ 65% അധികം കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഈ മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് റബ്ബർ, കശുമാവ്, കുരുമുളക്, കാപ്പി എന്നിവ. ചെമ്മണ്ണ് കേരളത്തിലെ കുന്നിൻ ചരിവുകളിലും തിരുവനന്തപുരത്തിൻ്റെ തെക്കുഭാഗങ്ങളിലും കാണപ്പെടുന്ന ചെമ്മണ്ണിന് ചുവന്ന നിറം ലഭിക്കാനുള്ള കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ്. ഈ മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് നാളികേരം, മരിച്ചീനി, അടയ്ക്ക തുടങ്ങിയവ. തീരദേശ എക്കൽ മണ്ണ് ജലത്തെ നിലനിർത്താനുള്ള കഴിവുണ്ടെങ്കിലും ഫലപുഷ്ടി കുറഞ്ഞതും അമ്ലത്വം കൂടുതലുള്ളതുമായ തീരദേശ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് തീരദേശങ്ങളിലാണ്. നദീതട എക്കൽ മണ്ണ് ഫലപുഷ്ടിയും ജലത്തെ താങ്ങി നിർത്താനുള്ള കഴിവുള്ളതുമായ നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്ന ജില്ല കൊല്ലമാണ്. ഇതിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് നെല്ല്, മരിച്ചീനി, അടയ്ക്ക എന്നിവ. ഓണാട്ടുകര എക്കൽ മണ്ണ് കടൽ വസ്തുക്കളുടെ നിക്ഷേപണം കാരണം രൂപം കൊള്ളുന്ന ഓണാട്ടുകര എക്കൽ മണ്ണ് പ്രധാനമായും കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലും ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിയും
മാവേലിക്കര താലൂക്കുകളിലുമാണ്. ഈ മണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ നാളികേരം, നെല്ല്, മരിച്ചീനി എന്നിവയാണ്. സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ്. എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂർ എന്നീ ജില്ലകൾ കാണപ്പെടുന്ന ഈ മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള നെല്ലാണ്. സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണിന് ഉദാഹരണങ്ങളാണ് പൊക്കാളി മണ്ണ് എറണാകുളം, കൈപ്പാട് മണ്ണ് കണ്ണൂർ, കരിമണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് കരിമണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ്. വനമണ്ണ്. ഇടുക്കി, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിൽ കാണപ്പെടുന്ന വനമണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് റബ്ബർ, തേയില, കുരുമുളക്, കാപ്പി, ഏലം എന്നിവ. തിരുവനന്തപുരത്തിനും കുണ്ടറയ്ക്കും ഇടയിലുള്ള പ്രദേശങ്ങൾ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തെ ചൈന ക്ലേശ പ്രദേശമെന്നും കണ്ണൂർ ജില്ലയിലെ കുന്നപ്പുറം, മാടായി, ചെറുതാഴ, കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരവും മഞ്ചേശ്വരവും കേരളത്തിൻ്റെ വടക്കു ഭാഗത്തെ ചൈന ക്ലേശ പ്രദേശമെന്നും അറിയപ്പെടുന്നു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.